ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ഷീറ്റ് വെച്ചിട്ട് ഹോളോഗ്രാം ഉണ്ടാക്കാൻ പോണേ. അതിന് ആവശ്യമായിട്ട് ഈ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ ഇത് വെച്ച് വരച്ചിട്ട് നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പോവാം. അപ്പം നമ്മുടെ ഹോളോഗ്രാമിൻ്റെ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കട്ട് ചെയ്യണതിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ വീതി നമ്മൾ എടുത്താണത് 12 സെൻറ്റിമീറ്ററാണ്. ഈ 12 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്റർ 6 സെൻറ്റിമീറ്ററിന് 7 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ എടുത്താണ് ഈ സെൻറ്റർ വരയുന്ന അപ്പുറത്തേക്ക് 1 സെൻറ്റിമീറ്ററും ഇപ്പുറത്തേക്ക് 1 സെൻറ്റിമീറ്റർ, അങ്ങനെ 2 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ചെരിവ് വരച്ച് കട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമുക്ക് ഇതൊരു 4 പീസാണ് വേണ്ടത്. അപ്പം ഞാൻ ആദ്യം ഇതൊരു പേപ്പറിൽ ഒരു ചട്ടയിൽ വരച്ചെടുത്തിട്ട് പിന്നെ ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റുമ്മ വെച്ച് വരച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു ഹോളോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 6 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്റർ ഹൈറ്റും പിന്നെ അവിടെ നിന്ന് 1 സെൻറ്റിമീറ്ററാണ് വീതിയിൽ. അങ്ങനെ ചെറിയൊരു ഹോളോഗ്രാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ ഹോളോഗ്രാം ഉണ്ടാക്കണ ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുക്കുമ്പോൾ അധികം കോറലും അതേപോലെ തന്നെ അഴുക്ക് പിടിച്ചതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ അത് ശരിക്കും ഒരു ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പരമാവധി നല്ല ക്ലിയറായിട്ടുള്ള ഷീറ്റ് എടുക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ 4 പീസ് ഇപ്പോൾ കട്ട് ചെയ്ത് എടുക്കുക ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ 4 പീസ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോണത് സെലോ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. കറക്റ്റ് ആ 2 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഭാഗം കറക്റ്റ് ഒപ്പം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഒരു ചെറിയ കഷ്ണം സെലോ ടൈപ്പ് കട്ട് ചെയ്തെടുത്ത് ആ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് കറക്റ്റ് ഒട്ടിക്കുക. അതുപോലെ തന്നെ എല്ലാ പീസും അതേപോലെ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗം ഒപ്പം വെച്ച് ഒട്ടിച്ച് അങ്ങനെ 4 നമുക്ക് ഒട്ടിച്ചെടുക്കാം ഫസ്റ്റ്. അപ്പോൾ മൂന്നാമത്തെയാണ് ഞാൻ ഒട്ടിക്കണത്. അടുത്തത് വെച്ച് ഒട്ടിക്കണം. ഇപ്പം 4 നമ്മൾ വെച്ച് ഒട്ടിച്ചു. കറക്റ്റ് ആ 2 സെൻറ്റിമീറ്റർ വരുന്ന ഭാഗം കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊബൈലുമൊക്കെ വെക്കുമ്പോൾ സീറ്റിങ്ങിൽ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് ആടിയൊക്കെ നിൽക്കും. ഇനി അടുത്തതായിട്ട് ലാസ്റ്റത്തെ വരുന്നത് മടക്കി വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യണം. 4ാമത്തെ പീസും ഇപ്പോൾ ഒരു കോണ് ഷേപ്പ് പോലെയൊക്കെ ഒരു 4 മൂലൊക്കെ പോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്കത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണ് വെച്ച് ഉപയോഗിച്ചിട്ടാണ് ഉള്ളിൽ നമ്മൾ ഒട്ടിക്കണത്. ഗ്ലൂ ഗണ്ണ് ചൂടാക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് ചൂടായിട്ടുണ്ട്. ഇനി അധികം വീതിയിലല്ല, കറക്റ്റ് ജോയിൻറ്റിൽ കുറച്ചീശെ നമുക്ക് അപ്ലൈ ചെയ്ത് ഒട്ടിക്കും. അങ്ങനെ 4 മൂലി നമുക്ക് ഒട്ടിച്ചെടുക്കണം. അധികം വീതിയിൽ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ഒരു അപാകതയായിട്ട് ഫീൽ ചെയ്യും. കാരണം ഗ്ലൂ ഗണ്ണ് ഉണങ്ങുമ്പോൾ ഒരു വൈറ്റ് കളറിലേക്ക് മാറും. ഇപ്പോൾ ക്ലിയർ ആണെങ്കിലും. അപ്പോൾ നമ്മുടെ ഉൾഭാഗം എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒട്ടിച്ച സ്റ്റിക്കർ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഹോളോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്കൊന്ന് വീഡിയോയിൽ വെച്ചിട്ട് മൊബൈലിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഇരുട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇരുട്ടുമുറിയിലേക്ക് പോവാം. വായോ. ഈ യൂട്യൂബിലൊക്കെ പോയി ഇങ്ങനെ ഹോളോഗ്രാം വീഡിയോസുകൾ നമുക്ക് കുറേ ഉണ്ടാവും അതിൽ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എടുത്തിട്ട് ഈ ഉണ്ടാക്കിയത് അതുമ്മ വെച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു സംഭവം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഹോളോഗ്രാം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എല്ലാവരും അതൊന്ന്
ഉണ്ടാക്കി നോക്കുക. ഇതേമാതിരി വീഡിയോ അതിൽ കണ്ട് നോക്കുക. ഹോളോഗ്രാം മൂവി വരെ ഉണ്ട്, സിനിമയായിട്ടുണ്ട്. അതുപോലെ ഇതേമാതിരി ചെറിയ ചെറിയ 1 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് വീഡിയോകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.